എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. NDA വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എന്നാൽ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. കോൺഗ്രസും RJDയും അതോടൊപ്പമുള്ള പ്രതിപക്ഷ കക്ഷികൾ, ഇടതുപക്ഷം, CPI-ML, CPI, CPIM, അതുപോലെ മറ്റ് പാർട്ടികളൊക്കെയും ചേർന്ന് വോട്ട് ചോരി ആരോപിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ NDA വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുടെ സർവാധിപത്യം ഏത് സമയം തകർന്ന് തരിപ്പണമാകും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടെ മമതാ ബാനർജിയുടെ പാർട്ടിയുടെ അവസ്ഥ എന്താകും എന്നതിനെ ചൊല്ലി വലിയ ഒരു വിവാദം ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ബീഹാറിൽ NDA ജയിക്കാനുള്ള കാരണം? അത് നമ്മൾ വളരെ കാര്യഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ലൈവിൽ വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് ബീഹാറിൻ്റെ അവസ്ഥ? ഞാൻ ബീഹാറിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും ബോർഡറിൽ താമസിക്കുന്ന ഒരാളാണ്. അതായത് ഉത്തർപ്രദേശിലാണ് താമസിക്കുന്നതെങ്കിലും ബീഹാർ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ബീഹാറിലേക്ക്. അപ്പോൾ അതുമാത്രമല്ല, ബീഹാറിൽ 3 വർഷം താമസിച്ച് ബീഹാറിൻ്റെ ആ മേഖലയെക്കുറിച്ച് എനിക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള പത്രമാധ്യമങ്ങൾ എഴുതുന്നത് പോലെയോ TV ചാനലുകൾ എഴുതുന്നത് പോലെയല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. BJPക്കും JDUവിനും വൻ വിജയം അവിടെ ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ഘടകങ്ങളുണ്ട്. അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ കാലഘട്ടത്തെ, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തെ, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഭരണകാലഘട്ടത്തെ ജംഗൾ രാജ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാട്ടുഭരണം, കാട്ടാളത്ത ഭരണം എന്നുള്ള ഒരു രീതിയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബീഹാർ, ഞാനിപ്പോൾ ആ ഭാഗത്ത് ചെന്നിട്ട് 15 വർഷമായി. എന്നാൽ 20 വർഷം മുമ്പുള്ള ചരിത്രം അവിടെയുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും. മാത്രവുമല്ല, ഇത് ഇന്ത്യ മഹാരാജ്യത്താണോ ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്ന് ഓർത്താൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ അവസ്ഥ ഇത്ര ദാരുണമാണോ, ഇത്ര മോശമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. വാസ്തവത്തിൽ ഒരു ജംഗൽ രാജ് തന്നെയായിരുന്നു ബീഹാർ. ബീഹാറിലെ ജനങ്ങൾ ലാലു പ്രസാദ് യാദവിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും തള്ളിക്കളഞ്ഞു എന്നുള്ളതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അത്രമാത്രം വൃത്തികേടുകളാണ് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി അവിടെ ചെയ്തു വെച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്രകാരം പറഞ്ഞത്: ലാലു പ്രസാദ് യാദവ് ചെയ്ത പാപം ആ പാപം കഴുകിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള പാപമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഒരു പത്രത്തിലെ ഒരു ലേഖനം വായിച്ചു. ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു കേട്ടാൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. അതായത് ജംഗൽ രാജ്, ലാലു പ്രസാദ് യാദവിൻ്റെ കാലഘട്ടത്തെ ജംഗൽ രാജ് എന്ന് വിളിക്കുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ഗുണ്ടകളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ പോലീസുകാർക്കോ അല്ലെങ്കിൽ മറ്റ് ഓഫീസേഴ്സിനോ യാതൊരു വിധമായ അധികാരങ്ങളും ഉണ്ടായിരുന്നില്ല. പട്ടാപ്പകലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുക, മാനഭംഗപ്പെടുത്തുക, വീട് കൊള്ളയടിക്കുക, കവർച്ച ചെയ്യുക. 4 മണി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യാപാരിയും തൻ്റെ കട തുറന്നു വയ്ക്കില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് 4 മണി കഴിഞ്ഞാൽ കടകളെല്ലാം ഷട്ടറിടുമായിരുന്നു. കാരണം ഈ ലാലു പ്രസാദ് യാദവിൻ്റെ ഗുണ്ടകൾ വന്ന് മോഷണം, പിടിച്ചുപറി. ഇങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യ പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ച ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യമോ?
അതായത് IPS IAS ഓഫീസർമാരെ ഉപദ്രവിക്കുക, പോലീസുകാരുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ഗുണ്ടകൾ, അതായത് അവരുടെ പാർട്ടി ഗുണ്ടകൾ, അവർ ഈ സ്ത്രീകളെ 2 ആഴ്ചത്തേക്ക് 2 ദിവസത്തേക്ക് 1 മാസത്തേക്ക് അവരുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് അവിടെയുള്ള ആളുകളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ഈ സ്ത്രീയെ പറഞ്ഞു വിടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർമാരുടെ മറ്റ് ഉന്നത അധികാരത്തിൽപ്പെട്ട ആളുകളുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോയി ഇവരുടെ പാർട്ടി പ്രവർത്തകർ ഇവരെ ഉപയോഗിച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പട്ടാപ്പകൽ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോവുക, പിന്നെ സ്ത്രീകളെ നിരന്തരമായി മാനഭംഗപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റായിരുന്നു ബീഹാർ. അത് ഈ ലാലു പ്രസാദ് യാദവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെ അറിവോടുകൂടിയാണ് ഈ പ്രവർത്തനം നടന്നത്. പിന്നെ പിടിച്ചുപറി, മോഷണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് NDA BJPയും JDU ഇവർ മുൻപോട്ട് വെച്ച ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്കിനിയും ആ ജംഗൽ രാജ് വേണമോ? അതായത് ലാലു പ്രസാദ് യാദവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ജംഗൽ രാജ് നിങ്ങൾക്ക് വേണോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് അവിടെയുള്ള ജനങ്ങൾ മറുപടി പറഞ്ഞു, വേണ്ട. അപ്പോൾ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടി ഇത്രയും വൃത്തികെട്ടവന്മാരും ആഭാസന്മാരും ഇത്രമാത്രം ജനം വെറുത്ത ഈ RJDയോട് കൂട്ടുകൂടി ഒരു മുന്നണി അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പാർട്ടി, ഈ പാർട്ടി ഇതുപോലെയുള്ള അലബലാദികളുടെ കൂടി സമൂഹത്തിൽ യാതൊരു വിലയില്ല, നേരും നെറിയുമില്ലാത്ത ജംഗൽ രാജ് ഭരണത്തിൽ അകപ്പെട്ടു പോയ ഈ RJD എന്ന് പറയുന്ന ഈ ലാലു പ്രസാദ് യാദവ് എന്ന ഭൂലോക കള്ളൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടി, കള്ളന്മാരുടെ പാർട്ടി, പിടിച്ചുപറിക്കാരുടെയും മോഷ്ടാക്കളുടെയും വ്യഭിചാരികളുടെയും ബലാത്സംഗ വീരന്മാരുടെയും പാർട്ടിയിൽ ഇവർക്ക് പോയി ഈ സംബന്ധം കൂടേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. എന്ത് സംഭവിച്ചു? കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടി? ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലാതെ ഇവിടെ വോട്ട് ജോലിയൊന്നുമല്ല, നമ്മളിത് കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ അടുത്ത തിരിച്ചടിയായ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്താണെന്നറിയോ? ഈ മുസ്ലിം പ്രീണനമാണ്. അതായത് കോൺഗ്രസും ഇടതുപക്ഷവും ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത് തീവ്ര മുസ്ലിം പ്രീണനമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഡൽഹിയിലും കാശ്മീരിലും എല്ലാ മേഖലകളും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ശക്തമായ ബോംബാക്രമണങ്ങളാണ്, കാർ ബോംബ് സ്ഫോടനം, ചാവേർ ആക്രമണമാണ് നടക്കുന്നത്. ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞു, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം, മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്. ഇങ്ങനെ പറഞ്ഞ കോൺഗ്രസ് മത്തലബ് മുസ്ലിം, മുസ്ലിം മത്തലബ് കോൺഗ്രസ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾ ഈ കോൺഗ്രസിൻ്റെ കൂടെ കൂട്ടു നിൽക്കുമോ? ഏതെങ്കിലും ഒരു വ്യക്തി കൂടെ നിൽക്കുമോ? അതായത് തീവ്രവാദം, ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ഇപ്പം കൂടുതൽ നമ്മളിപ്പോൾ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇപ്പം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും അതുപോലെ ബോംബ് സ്ഫോടനത്തിനും ഇതുപോലുള്ള പരിപാടിക്ക് മുന്നിട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ പ്രതിദിനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങൾ അവരുടെ ആളുകളാണ്, അവർ ഞങ്ങളുടെ ആളുകളാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെടും എന്ന് നമ്മൾ ഒന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കണ്ടേ. അപ്പോൾ തീവ്രമായ മുസ്ലിം പ്രീണനമാണ് ഈ ബീഹാറിൽ തോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഹിന്ദു സമൂഹത്തെ കോൺഗ്രസ് പൂർണ്ണമായി തഴഞ്ഞു കളഞ്ഞു. കോൺഗ്രസിൻ്റെ ചിന്താഗതി, ഞങ്ങൾക്ക് ഹിന്ദു സമൂഹം വേണ്ട, ക്രൈസ്തവ സമൂഹം വേണ്ട,
ഞങ്ങൾക്ക് വേണ്ടത് മുസ്ലിം സമൂഹം മാത്രം മതി എന്നുള്ള ഒരു വലിയ ചിന്താഗതിയാണ് ഈ കോൺഗ്രസ്സിനെ ഇത്രയും വലിയ കുഴി കൊണ്ട് ചാടിച്ചത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള 80% വരുന്ന ഹിന്ദു സമൂഹം ഉണർന്നു. അവർക്ക് ബോധ്യമായി ഈ കോൺഗ്രസ്സിനെ കൊണ്ട് നമ്മുടെ ഈ ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ 55 വയസ്സായി. 55 വയസ്സായ രാഹുൽ ഗാന്ധിയുടെ ആയുസിലിനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുകയില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം ഖത്തം മോഹയ എന്ന് പറഞ്ഞ പോലെ തീർന്നു, വെടിക്കെട്ട് തീർന്നു എന്ന് പറഞ്ഞ അവസ്ഥയായി. അപ്പോൾ ഇനി രാഹുൽ ഗാന്ധിയെ കൊണ്ട് യാതൊരു ഗുണമില്ലാത്തൊരവസ്ഥയായിപ്പോയി. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപഹാസ്യനും പരിഹാസപാത്രവുമായി രാഹുൽ ഗാന്ധി തീരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോദിയുടെ ഒരു പ്രഭാവമാണ്. മോദി പ്രഭാവത്തിൽ ശരിക്കും പറഞ്ഞ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും മുങ്ങിപ്പോയി എന്നുള്ളതാണ്. മോദി ഈക്വൽ ടു മോദി എന്ന് പറഞ്ഞ പോലെ മോദിക്ക് തുല്യൻ മോദി മാത്രമേ ഉള്ളൂ. മോദി ഒരു കാരണവശാലും മോദിയോടൊപ്പം വയ്ക്കാൻ പറ്റുന്ന ഒരു നേതാവല്ല രാഹുൽ ഗാന്ധി. അതുമാത്രമല്ല, കോൺഗ്രസ്സിലോ ഇടതുപക്ഷത്തിലോ മോദിക്ക് തത്തുല്യനായിട്ടുള്ള ഒരു ബരാബറായിട്ടുള്ള ഒരു നേതാവില്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ BJP-യെക്കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും തത്തുല്യമായ ഒരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്കാണ് BJP മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് BJP-യുടെ മൈനോറിറ്റി മോർച്ച, ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്ന ഒരു വിങ്ങുണ്ട്. അതിൻ്റെ അകത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖ്, ജൈന, പാർസി മതത്തിൽപ്പെട്ട ആൾ, അതായത് ഹിന്ദുക്കളല്ലാത്ത എല്ലാ മതവിഭാഗങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഞാനിപ്പോൾ ഉത്തർപ്രദേശിലാണ് താമസിക്കുന്നത്, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മുസ്ലിങ്ങൾ BJP-യിലേക്ക് ചേരുന്നത്. കാരണം രാജ്യത്ത് സ്വസ്ഥത വേണം, സമാധാനം വേണം, ഐശ്വര്യമായിട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. തീവ്രവാദത്തെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും തീവ്രവാദത്തെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഈ ഹമാസിനെ പോലെ, ഹൂത്തിയെ പോലെ, ഹിസ്ബുള്ളിയെ പോലെ ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളെ വെറുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാജ്യസ്നേഹമുള്ള ആളുകൾ BJP-യോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. ബീഹാറിൽ ഇലക്ഷന് കോൺഗ്രസ് അമ്പയെ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒറ്റ ചോദ്യമാണ്: നിങ്ങൾക്ക് ലാലു പ്രസാദ് യാദവ് ഭരിച്ച കാലത്തുള്ള ജംഗൽ രാജ് വേണോ, അതോ മനസമാധാനമായിട്ട് നിങ്ങളുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ഇവിടെ ജീവിക്കാൻ സാധിക്കണോ? ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ചിന്ത വന്നു, ഇനി ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു ഭരണം ഇവിടെ വന്നാൽ അവരുടെ പാർട്ടി ഗുണ്ടകൾ ഇറങ്ങി നിരങ്ങും. പിന്നെ ഇവിടെ പട്ടാപ്പകൽ സ്ത്രീകൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഒരു വ്യാപാരിക്ക് തൻ്റെ ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വേണോ എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് വന്നു. അതുമാത്രമല്ല, BJP മുമ്പോട്ട് വെച്ച പ്രകടന പത്രിക എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അത്രമാത്രം വലിയ വികസനങ്ങളാണ് ബീഹാറിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വാസ്തവത്തിൽ കോൺഗ്രസ്സിന് നല്ലൊരു പ്രകടന പത്രിക പോലും മുമ്പോട്ട് വയ്ക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട തീവ്ര ഇസ്ലാമിക് പ്രീണനമാണ് കോൺഗ്രസ്സിനെ ഈ കുഴി കൊണ്ട് ചാടിച്ചത്. കോൺഗ്രസ് ഒരിക്കലും ഈ RJD എന്ന് പറയുന്ന ഈ കള്ളന്മാരുടെ കൂടി അവരുടെ ആയുസ് പാഴാക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവരുടെ കൂടി എന്ത് ചെയ്യുന്നു? ഇനി ഇതിൻ്റെ അകത്ത് ഒവൈസിക്ക് നല്ലൊരു കളിയുണ്ട്. ഒവൈസി മുസ്ലിം വോട്ടുകൾ മുഴുവൻ പിടിച്ചെടുത്തു. ഒരു നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടുകളും ഒവൈസി പിടിച്ചെടുത്ത് 5 സീറ്റുകൾ പുള്ളി നിലനിർത്തി. 5-6 സീറ്റുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സീറ്റുകൾ അദ്ദേഹം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മുസ്ലിങ്ങളുടെ വോട്ടുകളെല്ലാം അദ്ദേഹം പിടിച്ചെടുത്തു എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ മുസ്ലിങ്ങളുടെ വോട്ട് കോൺഗ്രസ്സിലേക്ക് പോകേണ്ട വോട്ടാണ്. അത് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലേക്ക് പോകേണ്ട വോട്ടാണ്. ആ വോട്ട് ഒവൈസി പിടിച്ചെടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ വോട്ട് നഷ്ടം വന്നു. അതുകൊണ്ട് പ്രധാനമായിട്ടും അവർക്ക് അതിലൊരു വലിയ പരാജയം നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. അപ്പം ഈ കാരണങ്ങൾക്ക് കൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ട്. കോൺഗ്രസ്സിന് സ്വന്തമായിട്ടൊരു ആശയങ്ങളില്ല, ഐഡിയോളജി ഇല്ല, നല്ല നേതാക്കന്മാരില്ല. ആകെപ്പാടെയുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ ആളുകൾ ഒരു കോമാളിയായിട്ടാണ് ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അതായത് ഏതാണ്ട് 80-84 വയസ്സുള്ള പ്രായമുള്ള ഒരു വൃദ്ധനാണ്. അദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. പിന്നെയുള്ളത് KC വേണുഗോപാലിനെ പോലുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിനെ എടുത്തു പറയാൻ തക്ക കഴിവുള്ള ഒറ്റ നേതാക്കന്മാരെ നിരത്തി നിർത്താനായിട്ടില്ല. യാതൊരു നേതാക്കന്മാരുമില്ല.
നേതാക്കന്മാരുണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു, പ്രണാബ് മുഖർജി ഉണ്ടായിരുന്നു, ഇങ്ങനെ പല ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞോടുകൂടി കോൺഗ്രസ്സിൽ ശക്തനായ നേതാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ ദയനീയമാകുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ കോൺഗ്രസ് അപ്രത്യക്ഷമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ഈ MLA-മാർ ഏറ്റവും അടുത്ത് തന്നെ അധികം താമസിക്കാതെ BJP-യിലേക്ക് ചേരും. ഇപ്പോൾ RJDക്ക് ഉള്ള സീറ്റിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഉള്ള ജയിച്ച ആളുകളിൽ നിന്ന് ഈ അധികം താമസിക്കാതെ തന്നെ അവരെല്ലാവരും കൂടെ പതുക്കെ BJP-യിലേക്ക് ചേരും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ഇന്ത്യ സഖ്യം ബീഹാറിൽ തകർന്ന് തരിപ്പണമാകും എന്നുള്ളതാണ്. ഇനി അടുത്ത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളും BJP പിടിച്ചെടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ BJP-യുടെ ഒരു ഭരണം എന്ന് പറയുന്നത് ഒരു മതേതരത്തിന് ഗുണകരമാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു നിലവാരമാണ് BJP-യുടെ ഭരണം മുമ്പോട്ട് വെക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. എന്തായാലും ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിനൊരു വലിയ പാഠമായി തീരട്ടെ. ഇതുപോലെയുള്ള ഈ അളിഞ്ഞ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചാൽ, തീവ്ര ഇസ്ലാമിക് പ്രീണനം മുമ്പോട്ട് കൊണ്ടുപോയാൽ കോൺഗ്രസിൻ്റെ ഗതി അധോഗതിയാകും എന്ന് മാത്രമല്ല പരഗതിയാകും. 80% വരുന്ന ഹൈന്ദവ സമൂഹം കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കേരളത്തിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഈ തീവ്ര ഇസ്ലാമിക് പ്രീണനമാണെങ്കിൽ കേരളത്തിലും കോൺഗ്രസ് പരാജയപ്പെടും എന്ന് മാത്രമല്ല പിണറായി വിജയൻ സഖാവ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കേരളത്തിൽ BJP-ക്ക് ഒരു 10-14 സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ഒരു കാരണവശാലും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദങ്ങൾക്ക് വേണ്ടി കടിപിടി ആരംഭിച്ചു കഴിഞ്ഞു. ആര് മുഖ്യമന്ത്രിയാകണം, VD സതീശനാകണോ, രമേശ് ചെന്നിത്തലയാകണോ, KC വേണുഗോപാലാകണോ എന്നുള്ള ഒരു വലിയ കടിപിടി ഇപ്പോൾ മുമ്പോട്ട് വരികയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ കോൺഗ്രസിൻ്റെ നില അതീവ പരിതാപകരമാണ് എന്ന് മാത്രമല്ല, ഇനി കോൺഗ്രസ് ഒരു കാരണവശാലും ഇവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗുണം ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹവും അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹവും BJP-യിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് 50% കൂടുതൽ 54% ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഈ കേരളത്തിൽ, ഏതാണ്ട് 18% ക്രിസ്ത്യൻ സമൂഹം ഉള്ള ഈ കേരളത്തിൽ പതുക്കെ BJP-യോടുള്ള അവരുടെ സമീപനം മുമ്പോട്ട് പോവുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ BJP-ക്ക് ഇവിടെ വളരാൻ നല്ലൊരു പ്ലാറ്റ്ഫോം ആകും എന്ന് മാത്രമല്ല, കോൺഗ്രസ് പരാജയപ്പെടുകയും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ബീഹാറിലെ പരാജയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും പിടിപ്പുകേട് കൊണ്ടാണ് ഈ RJD പോലെയുള്ള ഈ പാർട്ടിയിൽ പോയി, അതായത് ജംഗൽ രാജ് ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള ഭൂലോക കള്ളന്മാരുടെ പാർട്ടിയിൽ പോയി സഖ്യകക്ഷിയായി ചേർന്ന് തന്നെ ഒരു വലിയ പരാജയമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഈ സമീപനം സ്വീകരിച്ചാൽ ഇനി കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് പരാജയം മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് തൂത്തെറിയപ്പെടും എന്നുള്ളതാണ്.